എടവണ്ണ എന്ന് പറയുന്ന പാരമ്പര്യമായ ഒരു വലിയ പൗരാണിക കാലം ഇസ്ലാമിന്റെ പേരിൽ വ്യാജനിർമ്മിതി ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു പരിസരത്ത് വഹാബീസത്തെ ജീവിതത്തിൽ ഒരുപാട് കാലം പരീക്ഷിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു പരിസരത്ത് ഞങ്ങൾ നിങ്ങളോട് വിനയമായി ചോദിക്കുകയാണ്, ഈ മഹല്ലത്തിൽ വിവിധ പ്രായക്കാരായ ആളുകൾ, ആ വിവിധ പ്രായക്കാരായ ആളുകളുടെ ജീവിതത്തിൽ എത്ര തരത്തിലുള്ള വിശ്വാസങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര തരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ പുരോഹിതന്മാർ കഴിഞ്ഞ ഒരു 100 കൊല്ലക്കാലം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുപോയ ആശയങ്ങളിൽ എത്ര വ്യത്യസ്തതകളും വൈരുദ്ധ്യങ്ങളും അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട് എന്ന് സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. എന്നാൽ വഹാബികൾ കവലയിൽ അവകാശപ്പെടുക, അങ്ങാടികളിൽ അവകാശപ്പെടുക വീരസ്യം നിറഞ്ഞ വീരവാദങ്ങളാണ്. 100 കൊല്ലത്തിൽ 80 വയസ്സ് പ്രായമുള്ള, 70 വയസ്സ് പ്രായമുള്ള, അതുപോലെ 40 വയസ്സ് പ്രായമുള്ള മുജാഹിദുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയാത്തൊരാശയമാണ് മൗലവി പറയുന്നത്. എന്താണത്? മുജാഹിദുകളായ ഞങ്ങള് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പൂർവികരായ ഇമാമുമാര്, ഞങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഒരാശയവും ഞങ്ങൾ മാറ്റിയിട്ടില്ല എന്നാണ് മൗലവി പറയുന്നത്. എന്നാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ സദസ്സിലിരിക്കുന്ന വ്യത്യസ്ത പ്രായക്കാരായ ആളുകളുണ്ട്, വ്യത്യസ്ത നാട്ടുകാരുണ്ട്, കേരളത്തിൽ വ്യത്യസ്ത സുന്നി സംഘടനകളുണ്ട്. ഞങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഞങ്ങളെ തൗഹീദ് മാറിയിട്ടില്ല, ഞങ്ങളെ വിശ്വാസകർമ്മങ്ങൾ മാറിയിട്ടില്ല, ഞങ്ങളുടെ സംഘടനാ അഡ്രസ്സ് മാറുന്നതിനനുസരിച്ച് ഞങ്ങളെ വിശ്വാസകർമ്മങ്ങൾ മാറാറില്ല എന്ന് ഞങ്ങൾ ഈ അങ്ങാടികളിൽ പറയുമ്പോൾ അത് ആധികാരികമാണ്. അടിസ്ഥാനപരമായ മതത്തിന്റെ വിശ്വാസങ്ങളിൽ ഞങ്ങൾ എന്തെങ്കിലും കാലാനുസൃതമായി അപ്ഡേഷൻ കൊണ്ടുവന്നു എന്ന് തെളിയിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്നാൽ ഇതേ വാദം മുജാഹിദുകൾ അങ്ങാടിയിൽ വന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ആദ്യം മൗലവിന്റെ ഡയലോഗ് നമുക്ക് കേൾക്കാം. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിക്കപ്പെട്ടാൽ അതിന് നേതൃത്വം കൊടുത്ത പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തൗഹീദായി സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണോ അതിൽ നിന്ന് ഒരു അളവ് വ്യത്യാസമില്ലാതെ ഇന്നും അത് പോവുകയാണ്. ഇത് എടവണ്ണ വെച്ച് പറയാൻ പറ്റൂല. 40, 80, 70 കൊല്ലക്കാലം വഹാബീസത്തെ അനുഭവിച്ച വിവിധ പുരോഹിതന്മാരിൽ നിന്ന് ഖുതുബ കേട്ട എടവണ്ണയിലെ മനുഷ്യരോട് മുജാഹിദുകളായ ഞങ്ങളൊന്നും മാറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അത് പറയാൻ 10 ആള് തികച്ചില്ലാത്ത ജിന്ന മുജാഹിദുകൾ കൊണ്ടുതോടുപോയത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, വഹാബികൾ മാറ്റിയിട്ടുണ്ടോ? കശജറത്തിൻ ഖബീസ, അത് മനുഷ്യനിർമ്മിത ആശയമാണോ? അങ്ങനെയുള്ള ഒരു ആശയമാണ്. ഖുർആനിന്റെ പേരിൽ വ്യാജ നിർമ്മിതിയാണ് വഹാബിസം എന്നതിന്റെ ഒരു തെളിവ് നമ്മൾ വ്യക്തമായിട്ടല്ലേ ജനങ്ങളെ പറയുന്നത്. അവർ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏതിലാണ് മാറ്റുന്നത്? ഒരു കറാഹത്തിൽ പോലുമല്ല, ഒരു സുന്നത്തിൽ പോലുമല്ല, പോകട്ടെ ഫിഖ്ഹിയായ കർമ്മകാര്യങ്ങളിൽ പോലുമല്ല. അതിലും മാറ്റാൻ പാടില്ല എന്നത് വേറെ ഒരു വിഷയം. അടിസ്ഥാനപരമായി ഇസ്ലാമിനെ ഇസ്ലാമായി ഐഡന്റിഫൈ ചെയ്യുന്ന അതിന്റെ ആധാരശിലയായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം, ആ വിശ്വാസത്തിൽ വഹാബികൾക്ക് പൗരാണികരായ ഇമാമുമാരുടെ വിശ്വാസമുണ്ടോ? ഇമാമുമാരെ നമുക്ക് വിട്ടുകളയാം. സഹോദരങ്ങളെ, 100 കൊല്ലം മുജാഹിദിന് കേരളത്തിലായി എന്നാണല്ലോ പറയുന്നത്. ഈ 100 കൊല്ലത്തിനിടക്ക് മുജാഹിദുകൾക്ക് 100 കൊല്ലത്തെ പഴക്കമുള്ള ഏതെങ്കിലും ഒരു വിശ്വാസമുണ്ടോ? ഏതെങ്കിലും 100 കൊല്ലം പഴക്കമുള്ള ഒരു കർമ്മരൂപം വഹാബി പ്രസ്ഥാനത്തിൽ ഉണ്ടോ? ആധികാരികമായ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞ 100 കൊല്ലത്തിന്റെ ഇടയ്ക്ക് വഹാബികൾ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമായ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ അതിന്റെ ഒന്നു അങ്ങോട്ട് മുറിച്ചു തരും. ഇനി നിങ്ങൾ നോക്ക്, അള്ളാഹുവിലുള്ള വിശ്വാസം. ഈ സദസ്സിലിരിക്കുന്ന ആർക്കും അള്ളാഹുവിനെ കുറിച്ചൊരു വിശ്വാസമാണുള്ളത്. അതിവിടെ ഇസ്ലാം എത്തിയ 1-ാം തീയതി മുതലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം എന്താണ്? വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഏത് കുട്ടിക്കും, സുന്നി തറവാട്ടിൽ ജനിച്ച ഏത് കുട്ടിക്കും അവന്റെ പ്രാഥമികമായ പാഠശാലയിൽ നിന്ന് പകർന്നു കിട്ടുന്ന പാരമ്പര്യമായ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിന് സ്ഥലങ്ങളില്ല, അവയവങ്ങളില്ല. അള്ളാഹുവിന് സമയങ്ങളോ കാലങ്ങളോ ഇല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആത്യന്തികമായി വലം യകുൽ ലഹു കുഫുവൻ അഹദ് മനുഷ്യന്റെ ഭൗതിക പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് രൂപപ്പെടുത്തുന്ന ഒന്നുമല്ല
അല്ലാഹ് വലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദാ. സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് സ്വർഗീയ ആരാമത്തിലെത്തുന്ന സത്യവിശ്വാസിക്ക് കൺകുളിർക്ക കാണാനുള്ള ശക്തിയാണ് അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇനി 100 കൊല്ലത്തെ വഹാബി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഓരോന്നും ഞാൻ എടുക്കണില്ല. വഹാബികൾക്ക് അള്ളാഹുവിൽ പോലും 100 കൊല്ലം പഴക്കമുള്ള ഒരു വിശ്വാസമില്ല എന്നതിന് 1-2 സാമ്പിൾ. ഒന്ന്, വഹാബികൾ എടവണ്ണയിലെ ഏത് വഹാബിയും തെർളിയത്ത് ചൊല്ലുന്ന ഒരു വഹാബി പുരോഹിതനാണ് വക്കം മൗലവി. ആ വക്കം മൗലവിയുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ 1930 വക്കം മൗലവി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എന്താണ് വക്കം മൗലവി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമായി പറയുന്നത് എന്ന് സ്ക്രീനിൽ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാം. എന്താണത്? സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കാൻ പാടില്ലെന്നും ഉള്ളതാണ് ഇസ്ലാം മതത്തിന്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതി. അപ്പൊ ഇസ്ലാം ആകണോ, തൗഹീദ് ആകണോ എങ്കിൽ ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത് അള്ളാഹു ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല. അള്ളാഹു സ്ഥലം ഉണ്ടാകുന്നതിന്റെ മുമ്പേ ഉള്ളവനാണ്. അള്ളാഹു സ്ഥലകാലങ്ങളെയും അവയവങ്ങളെയും ആശ്രയിക്കുന്നവനല്ല എന്ന വിശ്വാസമാണ്. അതാണ് ഇന്ന് നമ്മുടെ വിശ്വാസം, ഇന്നലെ വിശ്വാസം, അടുത്ത കാലത്തും നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. എന്നാൽ വക്കം മൗലവി ഈ പറഞ്ഞ വിശ്വാസം 2000-ന് ശേഷം വഹാബികൾ തിരുത്തുകയാണ്. നിങ്ങളൊക്കെ 2005 ഏപ്രിലെ അൽമനാറിൽ വഹാബികൾ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? അള്ളാഹു ആകാശത്താണ് എന്നുള്ളത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വക്കം മൗലവി പറയണം അള്ളാഹ് ആകാശത്താണ് എന്ന് പറയരുത്, പറയുന്നത് ഇസ്ലാമിന്റെ തൗഹീദ് പൊളിക്കുന്ന കാര്യമാണ്. അൽമനാർ പറയണത് അള്ളാഹ് ആകാശത്താണ്. അങ്ങനെ അൽമനാറിൽ വഹാബി പൗരോഹിത്യ സഭ പുളിക്കലിൽ യോഗം കൂടിയിട്ട് അവിടെ നിന്ന് കറുത്ത പുകയോ വെളുത്ത പുകയോ ഉയരുന്ന് വഹാബികൾ അണികൾക്ക് കൊടുത്ത സർക്കുലറാണ് നാളെ മുതൽ നമ്മുടെ ദൈവം അർശിലിരിക്കുകയാണ് എന്നത്. അതോടുകൂടെ പിന്നെ അവിടെ നിന്നിട്ട് വഹാബികൾ കവലയിൽ വിശദീകരിക്കാൻ തുടങ്ങി അള്ളാഹ് ആകാശത്താൻ. വക്കം മൗലവി പറയണ അല്ല, അങ്ങനെ പറഞ്ഞാൽ മുസ്ലിം ആവൂല. എന്നാൽ ബാലുശ്ശേരി മൗലവി പറയാണ് അള്ളാഹ് ആകാശത്താണ്. അതിന് മൂപ്പര് ഒരു തെളിവും പറയുന്നുണ്ട്. അള്ളാഹ് ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ അല്ലെ പിന്നെ എല്ലായിടത്തിലും ഇങ്ങനല്ലേ? ഇങ്ങനെ അപ്പോ അള്ളാഹ് ആകാശത്താണ് എന്നുള്ളതിന്റെ മൗലവിന്റെ തെളിവെന്താണ്? നമ്മൾ ദ്വാരക്കുമ്പോ കൈ പൊന്തിക്കണില്ല എന്നുള്ളതാണ്. ദ്വാരക്കുമ്പോ കൈ പൊന്തിക്കൽ സുന്നത്തില്ല എന്ന വാദവും മുജാഹിദുകളിൽ വേറെ ചില പുരോഹിതന്മാർക്കുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ ദ്വാരക്കുമ്പോ കൈ പൊന്തിക്കുന്നത് അള്ളാഹ് അവിടെ ആയതുകൊണ്ടാണ്. ഇനി പള്ളി മിഹ്റാബിന്റെ മുകളിൽ, പള്ളിയുടെ മുകളിൽ ഒരു ദ്വാരം ഉണ്ടാവും സാധാരണഗതിയില്. അത് ദ്വാരക്കണീന്റെ ഇജാബത്ത് ചാക്കില് മിഹ്റാബിക്ക് കെട്ടിയിറക്കാനാന്ന് മൗലവിമാര് പറയുമെന്ന് അറിയില്ല. ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ എന്തോ ഒരു അബദ്ധം വരും. അഖറബുമായ അള്ളാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ അള്ളാഹ് ആകാശത്തായതുകൊണ്ട് ആ കൈ ദുആ ചെയ്യുമ്പോ കൈ പൊന്തിക്കുന്നതെങ്കിൽ ഒരു അടിമ അള്ളാഹിന്റെ അടുത്തേക്ക് ഏറ്റവും നന്നായി അടുക്കുമ്പോൾ മുജാഹിദുകൾ റിവേഴ്സ് ഗിയറിൽ അടുക്കേണ്ടി വരും. എന്തുകൊണ്ട്? സുജൂദ് എന്ന് പറഞ്ഞാൽ മുന്നാമ്പുറം താഴേക്കും പിന്നാമ്പുറം മോളുക്കുമാണ്. അപ്പോ അള്ളാഹിന്റെ അടുത്തേക്ക് വഹാബികൾ അടുക്കുന്ന രീതി റിവേഴ്സ് ഗിയറിലാന്ന് പറയേണ്ടി വരില്ലേ? ഇനി സഹോദരന്മാരെ, ഇവിടെ മൗലവി പറയണ അള്ളാഹ് ആകാശത്താണ്. മൗലവി പറയുന്നത് അള്ളാഹ് ആകാശത്താണ്, പക്ഷെ ആകാശത്ത് ഇരുന്നു എന്നൊന്നും അള്ളാഹിനെ പറ്റി നമ്മൾ പറയാൻ പാടില്ല എന്നാണ് ഇപ്പോഴുള്ള വഹാബികളുടെ വിശ്വാസം. ഇരിക്കണോ അല്ല, അല്ല ആകാശം ഇരിക്കണോ അല്ല, അതൊക്കെ വഹാബികളുടെ പേര് പിന്നെ മൂപ്പര വക വെച്ചിട്ടാണ്. അല്ല, നമ്മൾ വഹാബികളുടെ പേരിൽ വെച്ച് കെട്ടല്ലത്. വഹാബികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതി വെച്ചതാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഫൈസൽ മൗലവി പറയാണ് അള്ളാഹ് ആകാശത്ത് ഇരിക്കാണ് എന്ന് പറയരുത്, സംഗതി ആകാശത്താണ്. പിന്നെ ആരും ആകാശത്ത് അവിടേക്ക് എത്താത്തതുകൊണ്ട് വഹാബികൾ അടുത്ത പൗരോഹിത്യ സഭ വരെ നമുക്ക് കാത്തിരിക്കാം. എന്നാൽ മരണപ്പെട്ടു പോയ വഹാബികളുടെ ഒരു പുരോഹിതനുണ്ട്, വെളിയംകൊട്ടമ്പർ മൗലവിയാണ്. എടവണ്ണയിലെ എല്ലാ ഗ്രൂപ്പ് മുജാഹിദും തെർളിയത്ത് ചൊല്ലും. ആ വെളിയംകൊട്ടമ്പർ മൗലവി അയാളുടെ പുസ്തകത്തിൽ പറയാണ് സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയാൻ പാടില്ലെന്ന് ചിലർ പറയാറുണ്ട്. അത് അവരുടെ വിവരക്കേടാണ്. അള്ളാഹ് ആകാശത്ത് ഇരിക്കുകയല്ല എന്ന് ഫൈസൽ മൗലവി പറയുമ്പോ ആ പറയുന്നത് ഫൈസൽ മൗലവിയുടെ വിവരക്കേടാണ് എന്ന് മരിച്ചുപോയ വെളിയംകൊട്ടമ്പർ മൗലവി. ഇനി
വിചിന്തനത്തിൽ 2010 ഏപ്രിൽ വഹാബികൾ എഴുതുകയാണ്, അള്ളാഹു ഇരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുകയല്ലാതെ സ്വന്തം യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കരുത്. അപ്പൊ അള്ള ഇരിക്കുകയാണ് എന്ന് വിചിന്തനം, അള്ള ഇരിക്കുകയാണ് എന്ന് വെളിയങ്കോട്ടമ്പുറ മൗലവി. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫൈസൽ മൗലവി പറയാണ് അള്ള ഇരിക്കുക എന്ന് പറയരുത്. ഇങ്ങനെ എത്രമാത്രം വൈരുദ്ധ്യമാണ്, മാറ്റമില്ല എന്ന് ഇവർ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഓ ജനങ്ങളെ, നമ്മൾ ഇതൊക്കെ ലളിതമായി ഒരു പുനരാലോചനയ്ക്ക് വിധേയമായാൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങളല്ലേ. ഇനി മൗലവി പറയാണ് കുണ്ടോട്ടുങ്ങ് വെച്ചിട്ട് പൂർവികരായ ആളുകൾ എന്താണ് അർറഹ്മാനു അലൽ അർശി ഇസ്തവ എന്നതിന് അർത്ഥം വെച്ചത്? പൂർവികർ വെച്ച ഏത് അർത്ഥത്തിനെതിരാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് മൗലവി ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഇസ്തിവാനെ സംബന്ധിച്ച് സമസ്തന്റെ വിശ്വാസം എന്താ? അതോ ഞങ്ങളെ വിശ്വാസം അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അർശിന്റെ അധികാരിയാണ് അള്ളാഹ് എന്ന ആശയമാണ് ഞങ്ങൾ അതിന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അത്തരം ചില പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. അതിന് നമ്മൾ ഡിക്ഷണറി വെച്ച് അർത്ഥം വെക്കാൻ പാടില്ല. അതിലൊന്നാണ് യദുള്ള, അള്ളാന്റെ കയ്യ് എന്ന് വഹാബികൾ അർത്ഥം വെക്കും. അള്ളാഹ്ക്ക് കയ്യുണ്ട് എന്ന് പറയും. ഇതന്നെ ഏത് മുജാഹിദ്? ജിന്നും കെഎന്നുമും. എന്നാൽ വേറൊരു എക്സ് മടവൊരു മുജാഹിദുണ്ട്, ഓല് പറയുന്നത് യദുള്ള എന്ന് പറഞ്ഞ അള്ളാന്റെ കൈ എന്ന് പറയാൻ പാടില്ല. കാരണം യദ് എന്നതിന് ഫതുൽ ബാരിയിൽ 25 അർത്ഥമുണ്ട്. ആ 25 അർത്ഥത്തിൽ ഒരർത്ഥാണ് യദ്. ആ യദ് തന്നെ നിങ്ങൾ ഇവിടെ ഫിറ്റ് ആക്കുമ്പോ അവിടെ യദ് കൈ എന്ന് തന്നെയാണ് അർത്ഥം എന്ന് വെക്കങ്ങൾക്ക് എന്താ തെളിവുള്ളത് എന്നാണ് ആ എക്സ് മടവൂരിലെ ഉമർ സുല്ലമി ചോദിക്കുന്നത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ അവിടെ രണ്ടാലൊന്ന് ഒന്നിരിക്കൽ അതിന്റെ അർത്ഥം നമുക്കറിയില്ല എന്നതാണ് സൂക്ഷ്മത. അല്ലെങ്കിൽ അതിനെ നമ്മൾ ആലങ്കാരികമായി അള്ളാഹിനോട് യോജിച്ച രീതിയിൽ വ്യാഖ്യാനിക്കണം. യദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരം. ആ ബിൽഡിംഗ് എന്റെ കൈവശത്തിലാണ് എന്ന് പറഞ്ഞാൽ ആധാരം പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. എന്നാലും നമ്മൾ പറയാ ബിൽഡിംഗ് നമ്മുടെ കൈവശത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ അധികാരിയാണ് എന്ന അർത്ഥം. ഇതാണ് ഖുർആനിന് ഈ രണ്ട് രീതിയിലുള്ള വീക്ഷണങ്ങളാണ് അത്തരം പ്രയോഗങ്ങൾക്ക് പണ്ഡിത ലോകം മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത്. അതിനു പകരം നിങ്ങൾ പറഞ്ഞു കൈ എന്ന് പറഞ്ഞ കൈ തന്നെ. ഏതുപോലെ കുട്ടികൾ പന്തെറിയും പോലെ അള്ള എറിയുന്ന ഒരു കയ്യേ എന്ന രീതിയിൽ വരെ കുഫ്രിയത്ത് വഹാബികൾ പറഞ്ഞിട്ടുണ്ട്. അതും പൂർവീകരെ നിരാകരിച്ചിട്ട്. അർറഹ്മാനു അലൽ അർശി ഇസ്തവ, വിശുദ്ധ ഖുർആനിൽ പലതവണ അല്ലാഹ് പറഞ്ഞതല്ലേ, അള്ളാഹു അവന്റെ അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്, അതിനെ വിശദീകരിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞതാണ്. എന്താണ് അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാരെ നിങ്ങൾക്ക് പറ്റൂല, അത് വിടാ. എന്നാൽ നിങ്ങൾ സുന്നിയാണ്, നിങ്ങൾ അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ് എന്ന് അംഗീകരിക്കുന്ന കേരളത്തിലെ എല്ലാ വഹാബികളും ഖുർആനിനെക്കാളും ആദരവോടെ കാണുന്ന അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ അല്ലേ? ആ ഖുർആൻ പരിഭാഷയിൽ എന്താണ് അമാനി മൗലവി അർറഹ്മാനു അലൽ അർശി ഇസ്തവ എന്നതിന് പറഞ്ഞ അർത്ഥം അള്ളാഹ് ആകാശത്താണ് എന്നാണോ? അള്ളാഹ് അർശിൽ ഇരിക്കുന്നു എന്നാണോ? അല്ല മൗലവിമാരെ. എന്താണ് അമാനി മൗലവി പറഞ്ഞത്? അർശിൽ അവൻ ആരോഹണം ചെയ്തു എന്ന വാക്യത്തിന്റെ ബാഹ്യാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. ഓ മാലിക് സലഫി, എന്താണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അർറഹ്മാനു അലൽ അർശി ഇസ്തവ എന്നതിന് കൊടുത്ത അർത്ഥം എന്നല്ലേ ഞങ്ങൾ ചോദിച്ചത്? നിങ്ങൾ അഹ്ലുസുന്ന പണ്ഡിതൻ എന്ന് പറയുന്ന നിങ്ങളുടെ ആധികാരിക നേതാവ് അമാനി മൗലവി പറയാണ് ആ ആയത്തിന് അള്ളാഹ് ആകാശത്തിരുന്നു എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തലും അവന്റെ ഗുണവിശേഷണങ്ങളെ നിരാകരിക്കലുമാണത്. അപ്പൊ അള്ളാഹ് ആകാശത്തിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക എന്നർത്ഥം പറയരുത്, അള്ളാഹ് അധികാരസ്ഥനായി എന്നർത്ഥം പറയണം. ഇരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അപകടം എന്താണ്? അതിന്റെ അപകടം അമാനി മൗലവി പറയാണ് അത് അള്ളാഹുവിനെ സൃഷ്ടികളോട് തല്ലി തുല്യപ്പെടുത്തലാണ്. പിന്നെന്താണ് അതിന്റെ അപകടം? അത് അള്ളാഹുവിന്റെ സിഫത്തുകൾ നിരാകരിക്കലാണ്. ക്ലിയർ അല്ലേ മുജാഹിദുകളെ? എന്നാൽ മൗലവി എന്നിട്ട് നമ്മളോട് വെല്ലുവിളിക്കാണ്, അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഏതാണ് ഞങ്ങൾ നിഷേധിച്ചത് എന്ന് തെളിയിക്കാമോ എന്നാണ് മൗലവിന്റെ വെല്ലുവിളി. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളിൽ ഏതെങ്കിലും ഒരു സിഫാത്തിനെ ഇടവണയിൽ പ്രസംഗിച്ച് മുസ്ലിയാരോട് ചോദിക്കട്ടെ. നിങ്ങൾ ആരോടും ചോദിക്കണ്ട, ഞങ്ങളെ മദ്രസയിലെ കുട്ടികളോട് ചോദിച്ചാൽ മതി. വഹാബികൾ അള്ളാഹുവിന്റെ ഏത് സിഫത്തിനെയാണ് നിഷേധിച്ചത് എന്ന് തെളിയിക്കാമോ എന്നല്ലേ മാലിക് സലഫി ചോദിക്കണേ. നമ്മൾ തെളിയിക്കുന്നേ അള്ളാഹുവിന്റെ സിഫാത്തുകൾപ്പെട്ട ഏതെങ്കിലും ഒരു സിഫാത്തിനെ
പൂർവീകരായ സലഫ് സ്വാലിഹികൾ മനസ്സിലാക്കിയതുപോലെയല്ലാതെ സലഫികൾ മനസ്സിലാക്കിയതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും? 1000 തരും. ഇപ്പൊ ഒന്നും കൂടി ഒന്ന് കാട്ടിത്തരാ. ഏത്? വഹാബികളുടെ സലഫു സാലിഹ്യങ്ങളായ പണ്ഡിതന്മാരിൽ പ്രമുഖനാരാ? അമാനി മൗലവി. ആ അമാനി മൗലവി പറഞ്ഞു, ഒന്നുകൂടി കണ്ടോളൂ, അള്ളാഹു ആകാശത്തിരിക്കുകയാണ് എന്ന് പറയരുത്. അങ്ങനെ പറയൽ എന്താണ്? അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ്. പിന്നെ അതെന്താണ്? അള്ളാഹുവിന്റെ സിഫത്ത് നിഷേധിക്കലാണ്. അള്ളാഹ് ആകാശത്തിരിക്കുകയാണ് എന്ന വഹാബികളുടെ ആധുനിക വിശ്വാസം അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കലാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞത് വഹാബി പ്രസ്ഥാനത്തിന്റെ സലഫു സ്വാലിഹായി പരിചയപ്പെടുത്താവുന്ന അമാനി മൗലവിയാണ്. നിങ്ങൾക്ക് തെളിവ് വേണോ? നിങ്ങൾ ആരോടാ ഈ തെളിവ് ചോദിക്കുന്നത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇവിടുത്തെ മുജാഹിദുകൾക്കൊക്കെ ഇവിടുത്തെ കഴിഞ്ഞ കാല വഹാബി പുരോഹിതന്മാർക്കൊക്കെ ഒരു ആവറേജ് അന്തണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എടവണ്ണങ്ങാടിയിൽ പലപ്പോഴും മൈക്ക് കെട്ടിയിട്ട് അവർ മിണ്ടാതെ പള്ളിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നത്. നിങ്ങൾ ഞങ്ങളെ മൂക്കുമ്പത്തോണ്ടി അങ്ങ് മൂക്കിൽ വലിക്കാണ് കരുതിയോ? വഹാബികളെ നടക്കൂല. അപ്പോ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ സിഫത്തിനെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അള്ളാഹ് ആകാശത്ത് ഇരിക്കുകയാണ് എന്ന നിങ്ങളുടെ വാദം അള്ളാഹുവിന്റെ സിഫത്തിനെ നിഷേധിക്കലാണ് എന്ന് രേഖപ്പെടുത്തിയത് എല്ലാ വഹാബികളും ആധികാരിക പരിഭാഷയായി പരിചയപ്പെടുത്തുന്ന അമാനി മൗലവിയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇതുമ തീർന്നോ വഹാബികളെ? നിങ്ങളൊന്നും മാറ്റിയിട്ടില്ലേ? അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? പാരത്രിക ലോകത്തെ ഭയാനകതകളെയാണ്, അതിന്റെ ഭീകരതകളെയാണ് സഹോദരന്മാരെ ആ ഖുർആനിക ആയത്തിൽ അല്ലാഹ് പറയുന്നത്. അതൊരാലങ്കാരിക പ്രയോഗത്തിലൂടെയാണ് അല്ലാഹ് പറയുന്നത്. യൗമ യുക്ശഫു അൻ സാഖ് വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. യൗമ യുക്ശഫു അൻ സാഖ്, കണങ്കാല് വെളിവാക്കപ്പെടുന്ന ദിവസം എന്നാണ് അതിന് പച്ച മലയാളത്തിൽ അർത്ഥം വെക്കാൻ. പക്ഷേ ഇവിടെ അള്ളാഹുവിന് കണങ്കാലുണ്ടെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് വഹാബികളുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജിന്നു മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സെക്രട്ടറിയായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് ആ ആയത്തിന് കൊടുത്ത അർത്ഥം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന് കണങ്കാലുണ്ട് എന്നാണോ ആ ആയത്തിന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് വെച്ച അർത്ഥം? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മരണപ്പെട്ടു പോയ വഹാബി പുരോഹിതന്മാർക്കെതിരെ ഇന്നത്തെ മുജാഹിദ് പറയുന്നതാണ്. ഇന്ന് ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ കുട്ടി പുരോഹിതന്മാർ പറയുന്ന വൈരുദ്ധ്യമാണ്. എന്താണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് പറയുന്നത്? കണങ്കാൽ വെളിവാക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധത്തിൽ പരാജയം ഉറപ്പുവരുന്ന സന്ദർഭത്തിൽ കണങ്കാലിൽ നിന്ന് വസ്ത്രം കയറ്റിപ്പിടിച്ച് ഓടുക സ്വാഭാവികമാണല്ലോ. അപ്പൊ പേടിണ്ടാവുമ്പോ നമ്മൾ നെൽമ്പൂർക്കാരും ഇടവണ്ണക്കാരൊക്കെ പറയില്ലേ മടക്കുത്തി വണ്ട് എന്നുള്ളത്? അതുപോലെയുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ്. പാരത്രിക ലോകത്തെ ഭീകരത പരിചയപ്പെടുത്താൻ ഖുർആൻ പറഞ്ഞതാണത്. അപ്പൊ അത് കണങ്കാലുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം എന്നാണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് പറയുന്നത്. എന്നാൽ അതിന്റെ ശേഷം വഹാബികൾ ദൈവത്തെ ഗവേഷണം നടത്തുകയാണ്. അങ്ങനെ 2005 അൽമനാറിൽ വഹാബികൾ ഇതേ ആയത്തുദ്ധരിക്കുകയാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു. എന്താണ് അൽമനാറിൽ വഹാബികൾ പറയാണ്? യൗമ യുക്ശഫു അൻ സാഖ് എന്ന ആയത്ത് വെച്ചിട്ട് പറയാണ്, അള്ളാഹുവിന് കണങ്കാലുണ്ടെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന്റെ ഭീകരത ആലങ്കാരികമായി പറഞ്ഞതാണ് ഈ ആയത്തിൽ എന്ന് ജീവിച്ചിരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് അയാളുടെ ഖുർആൻ പരിഭാഷയിൽ ഒരു കാലത്ത് എഴുതുകയാണ്. അതിനുശേഷം പുളിക്കലിലെ വഹാബി പൗരോഹിത്യ വത്തിക്കാനിൽ പുരോഹിതന്മാർ യോഗം കൂടുകയാണ്. എന്നിട്ട് ദൈവത്തിന് കണങ്കാലുണ്ടെന്ന് രൂപപ്പെടുത്തുകയാണ്. എന്നിട്ട് ആയത്തിന് പുതിയ അർത്ഥം കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ഈ ആയത്ത് വെച്ചിട്ട് വഹാബികൾ പറഞ്ഞു അള്ളാഹുവിന് കണങ്കാലുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇങ്ങക്ക് മാറ്റല്ലേ? ഇനി നിങ്ങൾ കേൾക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞത് മരിച്ച പുരോഹിതന്മാർക്കെതിരെ ജീവിച്ചിരിക്കുന്ന പുരോഹിതന്മാരെ എതിര് പറയുന്നതാണ്. ഇപ്പൊ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന സീനിയർ പുരോഹിതനെതിരെ ജൂനിയർ പുരോഹിതന്മാർ മാറ്റം പറയുന്നതാണ്. ഇനി ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു മൗലവി തന്നെ നരക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞതിന് നരച്ചതിന്റെ ശേഷം എതിര് പറയുന്നതാണ്. അതായത് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെ ഈ ഖുർആൻ പരിഭാഷ, ആ ഖുർആൻ പരിഭാഷയിൽ ആദ്യകാലത്തുള്ളത് എന്താണ്? ആ ആയത്തിന്റെ അർത്ഥം ആലങ്കാരികമാണ്. അള്ളാഹു പരലോകത്തിന്റെ ഭീകരത പറഞ്ഞതാണ്. അതിന്റെ ശേഷം അൽമനാറിൽ മുജാഹിദുകൾ ദൈവത്തിന്റെ കണങ്കാല് കണ്ടെത്തി. അതിന്റെ ശേഷം അതേ ഖുർആൻ പരിഭാഷ വീണ്ടും വഹാബികൾ മാറ്റി എഴുതുകയാണ്. അങ്ങനെ മാറ്റി എഴുതിയപ്പോൾ വഹാബികളുടെ ഖുർആൻ മാറുകയാണ്, വഹാബികളുടെ ദൈവം മാറുകയാണ്. ഇത് തീക്കൊള്ളി കൊണ്ടാ മനുഷ്യന്മാരെ
തലമ ചൊറിയണത്. ഇത് തീപ്പട്ടിക്കൊള്ളി കൊണ്ട് ചവിട്ടുത്തോണ്ട് അല്ല, ഇത് തീക്കൊള്ളി കൊണ്ട് തലമ ചൊറിയാണ്. അള്ളാനെ പറ്റിയാണ് ഈ കുതിര വിടുന്നത്. നിങ്ങൾ നോക്ക്, അതേ ഖുർആൻ പരിഭാഷ പിന്നെ അടിച്ചിറക്കിയപ്പോ എന്താ വഹാബികൾ പറയുന്നത് അറിയോ? ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുണ്ട്, അന്ത്യദിനത്തിൽ അള്ളാഹു തന്റെ കണങ്കാല് വെളിപ്പെടുത്തുമെന്ന്. അള്ളാഹുവിന്റെ കണങ്കാലി എന്ന വിവരണത്തിന് സ്വന്തം നിലയിൽ വ്യാഖ്യാനം നൽകാൻ പാടില്ല. ആരാ പറയുന്നത്? കഴിഞ്ഞ പരിഭാഷയിൽ വ്യാഖ്യാനം നൽകിയ പുരോഹിതൻ, തലയും താടിയും നരക്കുന്നതിന്റെ മുമ്പ് വ്യാഖ്യാനം നൽകിയ പുരോഹിതൻ തലയും താടിയും നരച്ചു. വഹാബി പുരോഹിതന്മാര് ദൈവത്തിന്റെ കണങ്കാല് കണ്ടെത്തിയ ശേഷം അള്ളാഹുവിന് കണങ്കാല് ഫിറ്റ് ചെയ്തപ്പോൾ ആയത്തിന്റെ ആശയം മാറ്റുകയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം മാറ്റുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇജാതി തോന്നിയാസൊക്കെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോലും വിളിച്ചു പറഞ്ഞ പുരോഹിതന്മാരെ കുണ്ടോട്ടങ്ങാടിയിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കുക, അരിയും തിന്ന് ആശാരിച്ചിനും കടിച്ചിട്ട് മൂപ്പര് വന്ന് ചോദിക്കുക, നിങ്ങൾക്ക് അള്ളാന്റെ കാര്യത്തിൽ ഒരു ഗാംഭീര്യല്ലേ? ഇസ്ലാമിന്റെ തൗഹീദിന് ഒരു വിലയില്ല ഉസ്താദുമാരെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്നും ഒരേ വിശ്വാസത്തിൽ നിൽക്കുന്നത്. കാരണം എന്താ? ഞങ്ങൾക്ക് തൗഹീദ് പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് തൗഹീദിലുള്ള വിശ്വാസം യോഗം കൂടി ഓരോ കാലത്തും മാറ്റിത്തിരുത്താനുള്ളതല്ല. ഇല്ലേ? അള്ളാഹ്ക്ക് ഒരു ഗാംഭീര്യം, ഒരു ഗൗരവം നിങ്ങൾ കൊടുക്കുന്നില്ലേ? ഉണ്ട്. ഞങ്ങൾക്കത് നല്ലോണം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല ഇങ്ങൾക്കും അറിയാം. ഇങ്ങക്ക് മാത്രമല്ല, കേരളത്തിൽ മൂക്ക് കീപ്പട്ടായ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം ഞങ്ങൾക്ക് തൗഹീദിൽ കുറച്ചൊക്കെ ഗാംഭീര്യമുണ്ട്, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഗാംഭീര്യമുണ്ട് എന്നത്. എന്നാൽ നിങ്ങൾക്കതില്ല എന്നത് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം, കേരളത്തിൽ മൂക്ക് കീപ്പോട്ടായ മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങളോട് ഗാംഭീര്യല്ലേ എന്ന് ചോദിച്ച മുജാഹിദുകളോട് ഒരു ക്രിസ്തീയ പുരോഹിതനായ അച്ചാൻ ചോദിക്കണം, അല്ലെങ്കൈമാരെ നിങ്ങൾ അള്ളാഹ്ക്ക് ഒരു സ്ഥിരം കോലവും ചേലൊന്നുമില്ലേ? നിങ്ങൾ അള്ളാഹ് ഇങ്ങനെ കലണ്ടർ മാറും പോലെ മാറുകയാണോ? ഞാൻ ഈ പറഞ്ഞ പരിഭാഷയും അൽമനാറൊക്കെ വായിച്ച ഒരു അച്ചായന് മനസ്സിലായ കാര്യം നോക്കുങ്ങൾ. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. നോ, ഖുർആന്റെ ഉപദേശത്തിൽ ഒരു സംശയമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹ് കണ്ണുകളോ കാതുകളോ പഞ്ചേന്ദ്രിയങ്ങളോ ഇല്ലാതെ അണ്ടകടാഹങ്ങളെ അടക്കി ഭരിക്കുന്ന അജയ്യ ശക്തിയാണ് അല്ലാഹ്. ഇന്നലെയും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, നാളെ അങ്ങനെ തന്നെയാണ്. ഇത് വഹാബികളുടെ അൽമനാറും പരിഭാഷയിലും എഴുതി വെച്ച കാർട്ടൂണാണ്. അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫിറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്, അല്ല അൽമനാറിന്റെ അടിസ്ഥാനത്തിലാണ്, ഖുർആൻ പരിഭാഷകളുടെ അടിസ്ഥാനത്തിലാണ്, വഹാബി പൗരോഹിത്യ സഭ നിർമ്മിച്ചെടുത്ത കഥകളുടെ പിൻബലത്തിലാണ്. ഖുർആനുമായി അതിന് പുലബന്ധമില്ല. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് പിന്നെ എഴുതിയ പരിഭാഷയുടെയും പുസ്തകത്തിന്റെ അൽമനാറിന്റെയും പിൻബലത്തിലാണ്. രണ്ടും ഖുർആനായിട്ട് ബന്ധമുള്ളതല്ല. സൂറ കാലികൾ 6:102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42 51 വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറ 55 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിന് ഒരു മുഖമുണ്ട്. സൂറ 48 10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറ 20 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. വഹാബികളെ, നിങ്ങളെ വിശ്വാസത്തിൽ മാറ്റങ്ങളുണ്ടെന്നത് ഞങ്ങൾക്ക് മാത്രമല്ല ഇങ്ങൾക്കും അറിയാം. ഇങ്ങൾക്കും ഞങ്ങൾക്കുമല്ല, ഇവിടത്തെ ക്രിസ്തീയർക്കറിയാം, ഹൈന്ദവർക്കറിയാം, നിരീശ്വരവാദികൾക്കറിയാം, മൂക്ക് കീപ്പോട്ടായ മുഴുവൻ മലയാളികൾക്കും അറിയാം. അത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ
പോലും നിങ്ങളുടെ പാഠാണങ്ങളും പരിഭാഷകളും എഴുതി വെച്ചത്? ജനാബ് അക്ബർ മൗലയ്ക്ക് അല്ലാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഖുർആനിന് ഒരു ഉത്തരമുള്ളൂ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. വഹാബികളെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ രണ്ടു രീതിയിലുള്ള വിശ്വാസ സങ്കല്പങ്ങള് സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് കാണിക്കാമോ? നിങ്ങൾ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ എന്ന് വായിക്കണ്ട. അതൊക്കെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആലങ്കാരികമായ ഉദ്ദേശത്തിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളിൽ വന്ന അശ്രദ്ധയാണ്. അള്ളാഹുവിന് അവയവമുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ഇത്തരം ആയത്തുകൾ രേഖപ്പെടുത്തി ഒരു വാദം സുന്നികളുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ അള്ളാഹുവിന്റെ ഇത്തരം ഖുർആനിലെ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് അവയവമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ ഇരിപ്പുണ്ടമുണ്ടെന്നോ സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയ ഒരു ലേഖനം, അതിനുവേണ്ടി പ്രസംഗിച്ച ഒരു പ്രസംഗം നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ? എന്തുകൊണ്ടാ കുണ്ടോടുങ്ങൾക്ക് പോയത് ജിന്നു മുജാഹിദ് എന്നറിയില്ലേ? എടവണ്ണയിൽ 60, 70, 80 വയസ്സു പ്രായമുള്ള മുജാഹിദുകളുടെ ജീവിതകാലത്ത് വ്യത്യസ്തങ്ങളായ കാലത്ത് അവരുടെ മിമ്പറകളിൽ നിന്ന് കേട്ട അള്ളയതൊക്കെ അവരുടെ കക്ഷത്തിൽ ഇറുക്കി പണം കൊടുത്തു വാങ്ങിയ അലമാരയിൽ ഇന്നും സൂക്ഷിച്ച അൽമനാറുകളിൽ പൊടിപിടിച്ച് കിടക്കുന്ന വിവിധ രീതിയിലുള്ള അള്ളാഹുവാണ് ഇതൊക്കെ. അതുകൊണ്ട് പാരമ്പര്യമുള്ള മുജാഹിദുകളോട് ഇത് പറയാൻ കഴിയില്ല. എന്നിട്ടും മുസ്ലിമീങ്ങളെ ചിലപ്പോൾ വല്ലാത്ത സങ്കടം തോന്നാണ്, അല്ലെങ്കിൽ സഹതപിക്കേണ്ടി വരികയാണ്. സ്വന്തം അലമാരയിൽ പണം കൊടുത്തു വാങ്ങി വെച്ച പഴയകാല അൽമനാറുകളുടെയും പരിഭാഷകളുടെയും പച്ചമലയാളത്തിലെ പരാമർശങ്ങളാണ് ഈ തെരുവുകളിൽ അടക്കം കേരളത്തിന്റെ വിവിധ കവലകളിൽ ഞങ്ങൾ പച്ചമലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഇന്ന് വരെ മാറ്റിയിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ചേഞ്ച് വരുത്തിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആ പുരോഹിതന്മാരുടെ തൊലിക്കട്ടി അപാരമാകണ്ടേ, കണ്ടാമൃഗം പോലും അവരെ കണ്ട് നാണിച്ചു പോകണ്ടേ. എന്നിട്ട് മൗലവി ആവർത്തിക്കാണ്. വീണ്ടും മൗലവി പറയാണ്, ഞങ്ങൾക്ക് എന്താ ധൈര്യം എന്നറിയോ? ഞങ്ങൾ ഇക്കാലം വരെ പറഞ്ഞതൊന്നും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആലോചിക്കാണ്, ഇത് എങ്ങനെ കേൾക്കാൻ അണികളെ കിട്ടുന്നു? ഒരുപക്ഷെ ന്യൂജനായ കുറച്ച് ചെറുപ്പക്കാർ, പഴയ അൽമനാറും പരിഭാഷയും വായിക്കാത്ത കുട്ടികൾ, അവരോടൊരു പക്ഷേ ഇത് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇത്തരം അൽമനാറുകളും പരിഭാഷകളും ഒക്കെ അലമാരയിൽ സൂക്ഷിച്ച മുജാഹിദ് കാരണവന്മാരെ, മധ്യവയസ്കരായ മുജാഹിദ് സഹോദരങ്ങളെ, എങ്ങനെ കഴിയുന്നു പുരോഹിതന്മാരി പറയുന്ന ഡയലോഗ് നിങ്ങൾ കണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ? ഏത് സംഘടനയിലായാലും നമ്മൾ അണികളാകാനേ പാടുള്ളൂ, അടിമകളായിക്കൂടാ. മൗലവി വീണ്ടും പറയാ, ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യ, ഞങ്ങൾ ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല. നമുക്കുള്ള ധൈര്യം എന്താണ്? അതോ ഞാൻ പറഞ്ഞുതരാ. നിങ്ങൾക്കുള്ള ധൈര്യം എന്താന്ന് ചോദിച്ചാല്, തലച്ചോറിൽ തേങ്ങാചകിരി പോലും ഇല്ലാത്ത അണികൾക്ക് പകരം നിങ്ങൾ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആലിമീങ്ങൾ നുണേ പറയുള്ളൂ എന്നത് ഷഹാദത്ത് കലിമയെ പോലെ കൽബിലേക്ക് അടിച്ചു കയറ്റി വെച്ച അടിമകൾ. അങ്ങനെ കുറച്ച് കൗമുങ്ങളെ പിന്നാലുണ്ട്. നാളൊന്ന് പറഞ്ഞാൽ അതും വിഴുങ്ങും, മറ്റന്നാളെ വേറൊന്ന് പറഞ്ഞാൽ അതും വിഴുങ്ങും. ഇത് രണ്ടുമല്ലാത്ത ഒന്ന് അടുത്ത കൊല്ലം പറഞ്ഞാൽ അതും വിഴുങ്ങുന്ന അന്ധമായ പണ്ഡിത വിരോധത്തെ ഷഹാദത്ത് കലിമയായി സ്വീകരിച്ച അടിമകളായ അണികളെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തു എന്നതാണ് നിങ്ങളുടെ ധൈര്യം. ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ആദർശത്തിന്റെ വാഹകരാണ് നമ്മൾ. അതല്ല അതിന്റെ ശരി. നിങ്ങൾ ആദർശം ആർക്കും തകർക്കണ്ട, നിങ്ങൾ തന്നെ തകർത്തോളൂ. ഇതൊരു നാരായണത്ത് ഭ്രാന്തന്റെ ഏർപ്പാടാ. നിങ്ങൾ എന്ന് പറഞ്ഞ ആദർശം നാളെ വന്ന് നിങ്ങൾ തന്നെ തകർക്കുന്നു. ഞങ്ങൾക്ക് ഇത് രണ്ടും പാടെ LCD കാണിച്ചാൽ മതിയേ. അപ്പോ മേലക്ക് ഇങ്ങനെ കട്ടുരുട്ടുക, പിന്നെ നിങ്ങളത് താഴെക്കുരുട്ടുക, ഇതാണ് നിങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ മെനക്കേണ്ട, നിങ്ങൾ തന്നെ തകർത്തോളൂ. നമുക്കുള്ള ഫലം കരുത്തെന്താണ്? അതോ ഈ അടിമകളായ അണികൾ ഒരക്ഷരം പോലും മാറ്റപ്പെടാത്ത വിധം. ഞാൻ ഈ മാറ്റിയതൊക്കെ എത്താ നിങ്ങൾ അക്ഷരല്ല, ആശയങ്ങളാണ്. അക്ഷരം മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ അത് അച്ചടിപ്പിശാചാന്ന് പറഞ്ഞേക്കാം. ആശയങ്ങളാണ് ഈ മാറ്റിയതൊക്കെ. ഏതിലുള്ള ആശയം? അള്ളാഹുവിലുള്ള ആശയം. മനുഷ്യന്മാരെ, അത് പോയാ പിന്നെ പണ്ട് തെങ്ങം വന്ന് വീണ് അച്ഛൻ നിലത്ത് വീണ് കിടക്കുമ്പോ അങ്ങാടിക്കാരൊക്കെ ഓടി വന്നപ്പോ നിർവികാരനായി അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്ന മകനോട് നാട്ടുകാർ ചോദിച്ചു, അച്ഛക്കെന്തേ പറ്റി? ഓൻ പറഞ്ഞു, കൂളായിട്ട് ഒന്നും പറ്റിയിട്ടില്ല, തല കാണാനില്ലെന്നുള്ളൂ. ഇതുപോലെയാണ് വഹാബികൾ പറയണേ, ഞങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പക്ഷെ അള്ളാഹിനെ പറ്റി ഒരു പുടുത്തോ ഈ വഹാബിയൊക്കെ ഇല്ല എന്ന് മാത്രം. ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞ
പ്രമാണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണ്. ഇത് എങ്ങനെ അണികളെ ഞങ്ങൾ വിശ്വസിക്കുന്നു? മൗലവിമാര് നുണ പറയാന്ന് പറഞ്ഞ് ഞങ്ങളെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ലൈവ് പോണുണ്ട് നമ്മളെ പരിപാടി, അതിന്റെ താഴെങ്ങനെ വന്ന് തെറി പറഞ്ഞു പോകും കൗമേ. അത് നമ്മക്കൊരു എനർജിയാ നാളെ മറുപടി പറയാനേ. പക്ഷെ ഒരു സങ്കടം എന്താന്ന് ചോദിച്ചാൽ, ഈ തെറി പറയാൻ വരുന്നോ, തെറി പറയാൻ വരുമ്പോഴെങ്കിലും അരമണിക്കൂർ ഇതൊന്ന് കേൾക്കണ്ടേ? അത് കേൾക്കൂല. മൗലവിമാര് നുണയാ പറയണേ എന്ന് പറഞ്ഞിട്ടോ പോകുകയാണ്. എത്ര സഹതാപമാണ്, എത്ര സങ്കടകരമാണ്. ആരോടാണ് നിങ്ങൾ ഈ വാശി വെക്കുന്നത്? ഇനിയോ സഹോദരന്മാരെ, അള്ളാഹുവിലുള്ള മാറ്റമാണ്. ഇനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾ മാറിയിട്ടില്ലേ? മാറിയിട്ടേ ഉള്ളൂ. 100 കൊല്ലം പഴക്കമുള്ള വിശ്വാസം വഹാബി പ്രസ്ഥാനത്തിലൊന്നുമില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മളെ വിശ്വാസം എന്താ? നമ്മുടെ മാതാപിതാക്കളെ വിശ്വാസം എന്താ? നമ്മുടെ ഗുരുപരമ്പരയിലെ വിശ്വാസം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വൈയക്തികമായ സവിശേഷതകളുള്ളതാണ്. ഹബീബായ തങ്ങൾ സാധാരണക്കാരല്ല. അവിടുത്തെ ഉമിനീരിന് പുണ്യമുണ്ട്, തിരുശേഷിപ്പിന് പുണ്യമുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോലും ഉദ്ധരിച്ച ധാരാളം ഹദീസുകളില് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 80 കൊല്ലക്കാലം ഞങ്ങളുടെ ആലിമീങ്ങൾ ചങ്കും കൊല്ലിയും വീർപ്പിച്ച് അങ്ങാടികളിൽ കാൽനടയായും ഓട്ടോ വണ്ടികളിലും കടന്നു വന്ന് ഈ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിച്ചപ്പോ നിങ്ങളുടെ പുരോഹിതന്മാര് വന്നിട്ട് എന്താ പറഞ്ഞത്? മൂല്യര് നുണ പറയാണ്, അത് കുട്ടികളെ പോറ്റാനാണ്, അത് ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിനൊരു പ്രത്യേകതയും ഇല്ലെന്ന് മാത്രമല്ല, നമ്മൾ ബുഖാരിയുടേതായി സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന ഹദീസുകൾ, ആ ഹദീസിനെ ഇന്നും ജീവിച്ചിരിക്കുന്ന ബാലുശ്ശേരി മൗലവി ദുർവ്യാഖ്യാനിക്കാൻ മൂപ്പര് പറയാണ്, സ്വഹാബികൾ അങ്ങനെ റസൂലുള്ളാഹിന്റെ മുടി എടുത്തതൊക്കെ ഹദീസിലുണ്ട്, പക്ഷെ അത് ബർക്കത്തിനൊന്നുമല്ല. പിന്നെന്തിനാണ് അത്? ബാപ്പ മരിക്കുമ്പോൾ ബാപ്പാന്റെ ഡയറിയും പേനയൊക്കെ മക്കൾ എടുത്തേക്കുന്നത് പോലെ കേവലം സ്നേഹത്തിനും ഓർക്കാനുമാണ് എന്നാണ് ഇന്നലകളിലെ വഹാബി മതം. കൃത്യമായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതാണ് ഒരു കാലത്ത് വഹാബികൾ കൃത്യമായി പഠിച്ചപ്പോ കിട്ടിയത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് ഒരു പുണ്യം ബർക്കത്തുമില്ല എന്നാണ്. മുജാഹിദ് മാറ്റൂലട്ടോ, പക്ഷെ തല കാണാണ്ടാവൂല, അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന, ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കൂ. സ്നേഹമുള്ള മക്കള് അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെയും കൊഞ്ഞു, അത് എങ്ങനെ ബാപ്പാന്റെ മുടി മക്കൾ എടുത്തേക്ക എന്തിന്? ഓർക്കാന്. എന്റെ മുജാഹിദുകളെ, ഈ പുരോഹിതന്മാർ ഇത്തരം പ്രഭാഷണം നടത്തുമ്പോ അതിന്റെ മുന്നിൽ കസേലയിട്ടിരുന്ന് അതിനുവേണ്ടി ബക്കറ്റിൽ പാട്ടപ്പിരിവ് കൊടുത്ത് ആ പ്രഭാഷണം കഴിഞ്ഞ് കസേലയും അട്ടിവെച്ച് വീട്ടിൽ പോയി ചോറും കഴിച്ച് എങ്ങനെ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്നു? ഞാൻ ചോദിക്കട്ടെ, എടവണ്ണയിൽ ഒരുപാട് പഴക്കവും തഴക്കവുമുള്ള വഹാബി തറവാടുകളില്ലേ? ഏതെങ്കിലും ഒരു മുതുമുത്തച്ഛന്റെ മുടി ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു മകന് ബാപ്പായെയോ വല്യപ്പയെയോ ഓർക്കാൻ വേണ്ടി നിങ്ങളുടെ അലമാരയിലെ പെട്ടിയിൽ പാത്തു വച്ചിട്ടുണ്ടോ? സ്വന്തം മനസാക്ഷിയോട് ഈ ദുർന്യായങ്ങൾ കേൾക്കുമ്പോ ഒന്ന് ചോദിച്ചു നോക്കിക്കൂടെ മുജാഹിദുകളെ? മൗലവിമാര് നുണ പറയാണ്, ഓല് ചൂഷണക്കാരാന്ന് പറഞ്ഞ് അന്ധമായ പണ്ഡിത വിരോധം കൽബിലേക്ക് അടിച്ചു കയറ്റുമ്പോ മനസാക്ഷിയെ എന്തിന് നിങ്ങൾ വഹാബി പുരോഹിതന്മാരുടെ അരമനയിൽ പണയം വെക്കുന്നത്? അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിന് പുണ്യണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല, സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി സൂക്ഷിച്ചത് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിയർപ്പ് സൂക്ഷിച്ചതുണ്ട്, അവിടത്തെ നഖം സൂക്ഷിച്ചതുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. വഹാബി പുരോഹിതൻ കൃത്യമായി പഠിച്ചപ്പോ മൗലവിക്ക് കിട്ടിയത് എന്താ? അതൊക്കെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. 80 കൊല്ലം മുജാഹിദുകൾ പഠിപ്പിച്ച വിശ്വാസമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളിൽ അല്ലാഹു തആല ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയെയും വിയർപ്പിനെയും ദൈവമാക്കലാണ് എന്ന് 80 കൊല്ലം തൗഹീദിന്റെ പേരിൽ പറഞ്ഞ വഹാബികളെ ഇപ്പം തങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഇതേ ഓടലും തലയിലുള്ള മൗലവി, ഇതേ സൺ ഓഫും പോസ്റ്റ് ഓഫീസുമുള്ള മൗലവി ഇന്ന് ഇതേ അങ്ങാടികളിൽ വന്ന് പ്രസംഗിക്കാണ് മുത്തുനബിയുടെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ട്. ഇനി മുടി കിട്ടി എന്ന് പറയുന്ന സഹാബികളില്ലേ,
മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചോ അത്? ഈ ഒടലും ഈ തലയും ഈ പ്രസ്ഥാനവും ഒന്നിച്ചു നിന്നൊരു കാലത്ത് നിഷേധിച്ച പച്ചയായ കാര്യമാണ്. ഇപ്പം വന്നിട്ട് പറയുന്നത് നിഷേധിച്ചിട്ടില്ല. ഈ പുരോഹിതന്മാർക്ക് സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്ന മുജാഹിദ് പ്രവർത്തകരുടെ ഒരു ആവറേജ് അന്തം നോക്കണങ്ങള്. അവരുടെ തലയില് തേങ്ങാച്ചോറോ ചകിരിച്ചോറോ ഉണ്ടോ? മുസ്ലിമീങ്ങളെ കുറ്റപ്പെടുത്താൻ പറയല്ല ചെറുപ്പക്കാരെ. നിങ്ങൾ പെട്ടുപോയ ആ ഗർത്തത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞങ്ങളുടെ ഭാഷയിൽ ഈ ഗൗരവം. നമ്മൾ ശത്രുക്കളല്ല. നിങ്ങൾ നോക്ക്, മൗലവി പറയാണ് ഇതും വിശ്വസിച്ചു. 2 കൊല്ലം മുമ്പ് വന്ന മൗലവി വളരെ ഗൗരവത്തിൽ പറഞ്ഞു അത് സ്നേഹിക്കാനാണ്, ബർക്കത്തിനല്ല. അതേ മൗലവി 2 കൊല്ലം കഴിഞ്ഞ് അതേ മുജാഹിദ് രങ്ങാടിയിൽ സ്റ്റേജ് കെട്ടുകയാണ്. എന്നിട്ട് വന്നിട്ട് പ്രസംഗിക്കണതോ അന്ന് പറഞ്ഞിന്റെ നേരെ ഉൾട്ടാ. ഏതെങ്കിലും ഒരു മുജാഹിദിന് നബിയുടെ മുടിയിൽ ഒന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദര തിരുത്തണം. അതാണ് തലച്ചോറുള്ളവർ സ്വയം തിരുത്തിക്കും നിങ്ങളെ കൊണ്ട്. രണ്ടാരൊരു ഓപ്ഷൻ അതിലുള്ളത്. ഒന്നിരിക്ക റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ട് എന്ന് പറയാ, അല്ലെങ്കിൽ ജാമില ടീച്ചറും ആനക്കയം ജബ്ബാറും കൈകാട്ടിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈകാട്ടുക, ബസ്സിൽ കയറുക, പോയി ആനക്കയത്ത് ഇറങ്ങുക. ഈ രണ്ടാളൊരു ഓപ്ഷൻ അല്ലാതെ മുസ്ലിമീങ്ങളെ ഇതിൽ മൂന്നാമതൊന്നില്ല. ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നബിയുടെ മുടിക്ക് മാത്രമുണ്ട്. ഇതല്ല 80 കൊല്ലം ഞങ്ങൾ ഈ അങ്ങാടി കൂടെ അലമുറയിട്ട് ഉമ്മത്തിനോട് പറഞ്ഞത്. മുടി കൊണ്ട് ബർക്കത്തെടുത്തിട്ടുണ്ട്. മുജാഹിദുകൾ അതിനെ നിഷേധിച്ചിട്ടില്ല. ഉണ്ട്. ഇതേ ഒടലുള്ള, ഇതേ തലയുള്ള, ഇതേ മൗലവി, ഇതേ മുജാഹിദ് സംഘടനയുടെ വേദിയിൽ വെച്ചൊരു കാലത്ത് ഇതും പറയുകയാണ്. ഇതൊരു സ്ഥലത്ത് ഒരു കാലത്ത് വന്നിട്ട് ബർക്കത്തില്ല എന്ന് പറയാ, പിന്നൊരു കാലത്ത് ബർക്കത്തുണ്ട് എന്ന് പറയാ. ഇത് രണ്ടും കഴിഞ്ഞൊരു 4 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞതൊന്നും കൂടി കേട്ടോളി. ആദ്യം പറഞ്ഞ മാറ്റല്ല എന്ന് പറഞ്ഞില്ലേ, അതൊന്നും കൂടി കേട്ടോളൂ മുജാഹിദുകളെ. മനസാക്ഷി ആർക്കും വിൽപ്പന നടത്തണ്ട. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കപ്പെട്ടാൽ അതിന് നേതൃത്വം കൊടുത്ത പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തൗഹീദായി സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണോ അതിൽ നിന്ന് ഒരു അളവ് വ്യത്യാസമില്ലാതെ ഇന്നും അത് പോവുകയാണ്. മുസ്ലിമീങ്ങളെ, മുജാഹിദുകളെ, സുന്നി മൗലവിമാര് ഖുറാഫികളാണ് നിങ്ങൾ പറഞ്ഞോളി. ഓര് കഥയില്ലാത്തവരാ നിങ്ങൾ പറഞ്ഞോളി. അവർ ലോകം നിയന്ത്രിക്കാൻ വേറെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മൗലവിമാര് ദുർവ്യാഖ്യാനിച്ച് ഛർദിക്കുന്നതും ചില അല്പന്മാര് വിളിച്ചു പോകുന്നതും നിങ്ങൾ അണ്ണാക്കോടാതെ വിഴുങ്ങിക്കോളി. പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ 100 കൊല്ലത്തിനിടയ്ക്ക് വഹാബികളൊന്നും മാറ്റിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മാറ്റിയിട്ടുണ്ട് മുസ്ലിമീങ്ങള്. മാറ്റിയത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിന്റെ അപ്പുറം ഇനി ഏതാ മാറ്റാൻ ബാക്കി? തൗഹീദിലാണ്, വിശ്വാസത്തിലാണ് നിങ്ങൾ മാറ്റിയത്. പിന്നെ കർമ്മത്തിൽ മാറ്റിയ നേരത്തെ പത്തപ്പിരി ഉസ്താദൊക്കെ പറഞ്ഞില്ലേ, ഒന്നുകൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കഴിഞ്ഞകാല പുരോഹിതന്മാർക്ക് തറാവീഹ് 20 അതുപോലെ പെണ്ണില്ലാത്ത ജുമാ ജമാഅത്താണ്. അതുപോലെ സഹോദരന്മാരെ കുനൂത്തുള്ള സുബഹി നിസ്കാരമാണ്. ഇതൊക്കെ പഴയകാല പുരോഹിതന്മാർ അക്കാലത്ത് മുജാഹിദിന്റെ ലേബലിൽ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചതാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ മുജാഹിദ് മൗലവിമാരോട് ചോദിച്ചു നോക്കിയല്ല, മൗലവി പണ്ട് വക്കം മൗലവി തറാവീഹ് 20 പറഞ്ഞിട്ടില്ലേ, സുബൈക്ക് കുനൂത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം മൗലവി പറയുന്നുണ്ട്. പിന്നെന്താ നിങ്ങൾ സ്വീകരിക്കാത്തത്? മൗലവിന്റെ രസം കേട്ടോളി. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ അൽമുർഷിദിൽ പഴയ അമലിയാത്തില് സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ നോണറിയല്ല. പഴയ പുരോഹിതന്മാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ചിന്ന ഇസ്തിഗാസ തവസ്സുൽ പോലുള്ള കുറച്ച് ബടാ വിഷയങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെ 1-2 വിഷയങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ മൗലവിമാർ. പക്ഷെ ഇതിങ്ങനെ പിന്നെ വന്ന കുട്ടിപ്പുരോഹിതന്മാർ കുളിപ്പിച്ച് ആകെ കുട്ടില്ലാണ്ടാക്കിയതാണ് നമ്മൾ കാണുന്നത്. മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ, അവരുടെ പിന്നെ പുസ്തകമല്ലേ, അവരുടെ ലേഖനമല്ലേ, അവരുടെ പത്രമല്ലേ ആണ്. അതെ, ഞങ്ങൾ ഈ പറയുന്ന അൽ മുർഷിദൊക്കെ ഉണ്ടല്ലോ, അത് മുജാഹിദുകൾ തന്നെയാണ്. ഞങ്ങൾ നോണ പറയല്ല. കുനൂത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. അതും നോണ പറയല്ല.
അത് സ്വീകരിക്കാത്തത് അതിന് തെളിവില്ലാത്തത് കൊണ്ട്. അതാണ് ഈ അദ്രിമാൻ സലഫി ഇപ്പൊ നാട്ടിൽ എവിടെയാ? സിറിയയിലോ സൗദിയിലോ എടവണ്ണയിലോ ബത്തപ്പിരിയോ തൊന്നുള്ളതിന് ഒരു തെളിവില്ല ഞങ്ങളെടുത്ത്. അപ്പൊ ആലോചിച്ചോക്കങ്ങള് സഹോദരന്മാരെ, ഇതിന് തെളിവില്ല. മഹാനായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ ഞങ്ങളോടൊരു കഥ പറയാറുണ്ട്. മുമ്പ് ഒരു ബാപ്പാനെ മക്കളെ അടിച്ച് തള്ളിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിറക്കി കൊണ്ടുപോകാൻ ഒന്നാനൊതുക്കും 2ാം സ്റ്റെപ്പും 3ാം സ്റ്റെപ്പും കയ്യോളം ബാപ്പ മുണ്ടിയില്ല. 4ാം സ്റ്റെപ്പ് വാപ്പാനെ വലിച്ചപ്പോ മക്കളോട് വാപ്പ പറഞ്ഞു, മക്കളെ ഇവിടുന്ന് അങ്ങട്ട് നമ്മളെ വലിക്കല്ലേ. അപ്പം മക്കൾക്ക് ഒരു അജബ്, ഇതുവരെ മുണ്ടാത്ത വാപ്പൻ തപ്പി ഒതുക്കും ഒരു മസിലുടിക്കാന്. എന്താ നിങ്ങൾ ഇതുവരെ മുണ്ടാതെ ഇപ്പൊ ഇങ്ങനെ പറയണ്? അപ്പൊ ബാപ്പ മക്കളോട് പറഞ്ഞു, എന്റെ വാപ്പാനെ ഞാൻ ഇവിടം വരെ വലിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇവിടം വരെ ഓക്കെ, ഇവിടുന്ന് വലിച്ചു കണ്ട് നിങ്ങൾക്കൊരു പണി നിങ്ങളെ മക്കളെ കൊണ്ടുണ്ടാക്കണ്ട. ഇതാണ് ഇപ്പൊ കഥ. KM മൗലവിയും വക്കം മൗലവിയും ഒക്കെ സ്വന്തം ബാപ്പാക്കും ഗുരുനാഥനും ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ കുത്തിത്തിരിപ്പാൻ ഇപ്പൊ എന്തായി? വലിച്ച് 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 ഇപ്പൊ എവിടെത്തി നോക്കൂ നിങ്ങള്. അന്നത്തെ മൗലവിമാർക്ക് കുനൂത്ത് സുന്നത്താണ്, അന്നത്തെ മൗലവിമാർക്ക് സുബൈയിലെ കുനൂത്ത് പുണ്യകരമാണ്. ഇന്നത്തെ മുജാഹിദുകൾക്കോ കള്ളൊരു ചിന്ന കുടിച്ചാലും കുഴപ്പമില്ല, കുനൂത്ത് ഓതിക്കൂടാന്നാണ് ഇന്നത്തെ മുജാഹിദ്. പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബൈക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. മമ്പർത്ത തങ്ങളെ ആലോചിച്ചോക്കാണ് നിങ്ങളെ. KM മൗലവിയും വക്കം മൗലവിയൊക്കെ സുന്നത്താണെന്ന്, സുബൈക്ക് കുനൂത്ത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ച മതാണ്. ഇന്നിപ്പോ അത് കള്ളുകുടിയേക്കാൾ ഡേഞ്ചറാണ് എന്ന് പഠിപ്പിക്കുന്നിടത്തേക്ക് എത്തിയത്. എന്നിട്ടും ഉളുപ്പില്ലാതെ അങ്ങാടിയിൽ വന്ന് വഹാബി പൗരത്വം ഞങ്ങൾ ഇക്കാലം വരെ യാതൊന്നും മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മാത്രമെങ്കിലും നിങ്ങൾ മുണുങ്ങരുത് മുജാഹിദുകളെ എന്നാണ് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്. അതെങ്കിലും വിഴുങ്ങല്ലേ. കാരണം അത് ഇവിടുത്തെ അച്ചായനറിയാം, അത് ഇവിടുത്തെ സ്വാമിക്കറിയാം, അത് ഇവിടുത്തെ ആനക്കയം ജബ്ബാറിനറിയാം, മൂക്ക് കീപ്പട്ട ആയുൾക്ക് മുഴുവൻ അറിയാം. കഴിഞ്ഞ 100 കൊല്ലത്തെ മുജാഹിദ് സംഘടനയില് 100 കൊല്ലം പഴക്കമുള്ള ഒരു അള്ളയില്ല, 100 കൊല്ലം പഴക്കമുള്ള ഒരു റസൂലില്ല, 100 കൊല്ലം പഴക്കമുള്ള നിസ്കാരമില്ല, 100 കൊല്ലം പഴക്കമുള്ള ഖുതുബയില്ല. ആധികാരികമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങാടിയിൽ വഹാബികൾ വന്നാൽ കുനുകുനേന ഇതുപോലുള്ള നിങ്ങളെ പാഷാണം നിങ്ങളെ നോക്കി പല്ലിളിച്ച് പരിഹസിക്കും മുജാഹിദുകളെ.